ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പപ്പട ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ, നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പപ്പട ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതാണ് കേട്ടോ ടേസ്റ്റ് നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ ഓയിലൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ചെറിയുള്ളി മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം, അതായത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10-15 അല്ലി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചധികം എരിവ് വേണമെങ്കിൽ കുറച്ചധികം വറ്റൽമുളക് ചേർക്കുക. അതല്ല, എരിവ് കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വാളൻ പുളിയാണ് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്ത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. ആ ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും എല്ലാം കളറ് മാറുന്നവരെയാണ് കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ വറ്റൽമുളകിൻ്റെ എല്ലാം കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കാനുള്ളത്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഉള്ളിയെല്ലാം നല്ലതുപോലെ തന്നെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. എന്നിട്ട് എന്താക്കണമെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ തണുക്കണം കേട്ടോ. തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞ് പോകണ്ട, അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് അരച്ചെടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഓയിൽ ഉൾപ്പെടെയാണ് മാറ്റി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പ്രധാന ഹൈലൈറ്റ് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നിങ്ങൾ ചോറ് വെക്കുന്ന സമയത്ത് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെക്കാൻ മറക്കണ്ട. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം. നമുക്ക് അരച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. അപ്പോൾ ഒരുപാട് വെള്ളം ആവാനും പാടില്ല, കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളതൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയാണ് നമ്മുടെ പ്രധാന ഹൈലൈറ്റ് ആയ പപ്പടത്തിൻ്റെ ആവശ്യം വരുന്നത്. ഞാനൊരു 5 പപ്പടമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പപ്പടം നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബൗളിനകത്തോട്ട് ഞാൻ 5 പപ്പടം ഇട്ട് കൊടുക്കുകയാണ്. ഇതല്ല, 5 പപ്പടം വേണ്ടാന്ന് വെച്ചാൽ ഒരു 3 പപ്പടം എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവേ. അതായത് പപ്പടത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ അങ്ങനെ. ഞാൻ ഒരു 5 പപ്പടമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അങ്ങ് പൊടിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നമ്മുടെ പ്രധാന ഹൈലൈറ്റ് ആയ ചമ്മന്തി കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ചമ്മന്തി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾ ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു പപ്പടവും ചമ്മന്തിയും കൂടെ നല്ലതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുക്കുകയാണ്. കൈ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ആ ഒരു കുറച്ച് മാത്രം, ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ചമ്മന്തി ഒന്നും ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. ഞാൻ ചോറിൻ്റെ കൂടെ കുറച്ച് മോരേറിയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ അച്ചാറും ഒരു മീൻ ഫ്രൈയും പിന്നീട് നമ്മുടെ ഹൈലൈറ്റ് ആയ പപ്പട ചമ്മന്തിയും കൂട്ടി ഒരു പിടിയങ്ങ് പിടിച്ച് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഇതൊക്കെയാണ് യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.